അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ മുഅ്മിനീങ്ങളായ അടിയാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവർക്ക് കറാമത്തുകൾ നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സച്ചരിതരായ അടിയാറുകൾക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ അവരെ സഹായിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്തുകൾ നൽകും. ഇതാണ് കഴിഞ്ഞ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഖുബൈബ് ഇബ്നു അദി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ അവർ തടവറയിൽ പാർപ്പിച്ചപ്പോൾ, ദീനിന് വേണ്ടി അദ്ദേഹത്തെ അവർ തടങ്കലിലാക്കിയപ്പോൾ, മക്കയിൽ എവിടെയും ഒരു മുന്തിരി പോലും ഇല്ലാത്ത സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മുന്തിരി നൽകി. സൂറത്തു മറിയമിൽ അല്ലാഹു സുബ്ഹാനഹു സൂറത്തു ആലു ഇമ്രാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത്തരത്തിൽ ഭക്ഷണം നൽകിയതായി നമുക്ക് ഖുർആനിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ആസിം ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണശേഷവും സംരക്ഷിച്ചു. കാഫിര്യങ്ങൾക്ക് അതിന്റെ അരികിലേക്ക് വരാനോ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാനോ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയിട്ടില്ല. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ അവന്റെ അടിമകളുടെ കരങ്ങളിലൂടെ മനുഷ്യന് സാധിക്കാത്ത അല്ലെങ്കിൽ അസാധാരണമായ ചില പ്രവർത്തനങ്ങൾ നടത്തും. അതിനാണ് മുഅ്ജിസത്ത് എന്നും കറാമത്ത് എന്നും പറയുന്നത്. അമ്പിയാക്കളുടെ കരങ്ങളിലൂടെയാണെങ്കിൽ അത് മുഅ്ജിസത്താണ്. അതുപോലെ തന്നെ ഔലിയാക്കളുടെ അല്ലെങ്കിൽ മുഅ്മിനീങ്ങളുടെ സാധാരണ മുഅ്മിനീങ്ങളുടെ കരങ്ങളിലൂടെയാണെങ്കിൽ അതിന് കറാമത്ത് എന്ന് പറയും. ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അഹ്ലുസ് സുന്ന എന്ന് പറയുന്നവർ കറാമത്തുകളിലും മുഅ്ജിസത്തുകളിലും വിശ്വസിക്കുന്നവരാണ്. കറാമത്തിനും മുഅ്ജിസത്തിനും അടിസ്ഥാനം എന്താണ്? ഒന്നാമത്തേത് അസാധാരണമായ പ്രവർത്തനങ്ങളായിരിക്കും. രണ്ടാമത്തേത് അല്ലാഹുവിന്റെ സച്ചരിതരായ മുഅ്മിനീങ്ങളായ അടിമകളുടെ മാത്രമാണ് കറാമത്തുകൾ നടക്കുക. ഇന്ന് ചില ആൾക്കാർ ജീവിതത്തിൽ നിസ്കരിക്കാത്തവർ, നോമ്പ് നോക്കാത്തവർ, അവർ പറയും അവർക്ക് കറാമത്തുകളുണ്ട്. അതൊരിക്കലും കറാമത്തല്ല, അത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സഹായങ്ങളാണ്. അത് നമ്മൾ വേർതിരിക്കുക. ഒരു കറാമത്ത് എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുക മുഅ്മിനായ തന്റെ അടിമയിലൂടെ മാത്രമാണ്. നിസ്കരിക്കാത്ത ഒരു വ്യക്തിക്ക് ഒരു കാരണവശാലും കറാമത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലാ പറഞ്ഞത്, ഇദാ റഅയ്തുമുർ റജുല യതീറു ഫിൽ ഹവാ വയംശി ഫിൽ മാ വയംശി അലൽ മാ ഫലാ തഗ്തർ ബിഹി. ഒരു വ്യക്തി ആകാശത്തൂടെ പറക്കുന്നത് കണ്ടാൽ, വെള്ളത്തിന് മുകളിലൂടെ നടന്നു പോകുന്നത് കണ്ടാൽ, ഫലാ തഗ്തർ ബിഹി, അത് കണ്ട് അയാൾ വലിയാണ്, അയാൾ നല്ലൊരു വ്യക്തിയാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. ഇമാം ബസ്സാമി പറയുന്നു, ഹത്താ തൻദുറു വുഖൂഫഹു ഇൻദൽ അംരി വന്നഹി, എത്രത്തോളം ശരീഅത്ത് അനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന് നോക്കുന്നത് വരെ അയാൾക്കുണ്ടായത് കറാമത്താണെന്ന് പറയാൻ സാധ്യമല്ല. ഒരു വ്യക്തി എന്തെങ്കിലും അസാധാരണമായ ഒരു കാര്യം ചെയ്താൽ ആ വ്യക്തി ജീവിതത്തിൽ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അത് അല്ലാഹു നൽകിയിരിക്കുന്ന കറാമത്താണ്. അതല്ലാതെ നിസ്കരിക്കാത്ത ഒരു വ്യക്തി അല്ലെങ്കിൽ നോമ്പനുഷ്ഠിക്കാത്ത ഒരു വ്യക്തി എന്തെങ്കിലും അസാധാരണമായ ഒരു കാര്യം നടത്തിയാൽ അത് കറാമത്തല്ല. നമ്മുടെ നാട്ടിൽ ചില ആൾക്കാരെ സംബന്ധിച്ച്, സിഎമ്മിനെ സംബന്ധിച്ചൊക്കെ, സിഎം മടവൂർ എന്ന് പറയുന്ന ഒരു വലിയനെ സംബന്ധിച്ച് അവർ എഴുതി വെച്ചിട്ടുണ്ട്, അദ്ദേഹം നിസ്കരിക്കാറില്ല. എന്നിട്ട് പറയും അദ്ദേഹത്തിന് ധാരാളം കറാമത്തുകളുണ്ട്. ഇത് അഹ്ലുസ് സുന്നയുടെ വിശ്വാസമല്ല. ഒരു വ്യക്തി ജീവിതത്തിൽ ദീനനുസരിച്ച് ജീവിക്കുന്നില്ല എങ്കിൽ അയാളുടെ കയ്യിലൂടെ ഏതൊക്കെ അസാധാരണമായ പ്രവർത്തനങ്ങൾ ഉണ്ടായാലും അത് കറാമത്തല്ല, അത് പിശാചിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില സഹായങ്ങളാണ്. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ അഹ്ലുസ് സുന്നയുടെ പണ്ഡിതനാണ്. അദ്ദേഹം ഒരു ദിവസം നടന്നു പോകുമ്പോൾ വലിയൊരു മേഘം അദ്ദേഹത്തിന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം ആശ്ചര്യപ്പെട്ടു, ഇത്ര വലിയ മേഘം എന്റെ അരികിലേക്ക് എന്തിനാണ് വരുന്നത്? ആ മേഘത്തിൽ ഒരാളുടെ രൂപം അതിനുശേഷം പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം വീണ്ടും ആശ്ചര്യപ്പെട്ടു. അദ്ദേഹത്തിന് അരികിലേക്ക് മേഘം വരുന്നു, അതിലൊരാളുടെ രൂപം വരുന്നു. അതിനുശേഷം ആ മേഘത്തിൽ നിന്ന് വിളിച്ചു, യാ അബ്ദുൽ ഖാദിർ. അബ്ദുൽ ഖാദിർ ജീലാനിയെ റഹിമഹുല്ലാ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹത്തിന് ആശ്ചര്യമായി, മേഘത്തിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുന്നു. അദ്ദേഹത്തിന് ആശ്ചര്യമായി. അതിനുശേഷം അബ്ദുൽ ഖാദർ ജീലാനിയോട് ആ മേഘം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞു, ഇനി മുതൽ താങ്കൾ നിസ്കരിക്കേണ്ടതില്ല. ഈ ഉമ്മത്തിന്റെ ഹറാമാക്കിയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി മുതൽ ഹലാലാണ് എന്ന് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലയോട് പറഞ്ഞു. അദ്ദേഹം കോപിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, യാ അദുവല്ലാഹ്, അല്ലാഹുവിന്റെ ശത്രുവേ, എന്നെ തൊട്ട് വിട്ടുപോ, മാ അൻത ഇല്ലാ ഇബ്ലീസ്, നീ ഇബ്ലീസ് ആണെന്ന് പറഞ്ഞു.
ആ വന്നിരിക്കുന്ന മേഘം അല്ലെങ്കിൽ ആ മേഘത്തിന്റെ രൂപത്തിൽ വന്നിരിക്കുന്ന ആ വ്യക്തി അബ്ദുൽ ഖാദർ ജീലാനിയോട് പറഞ്ഞു, ഞാൻ 70ഓളം ആൾക്കാരുടെ അരികിൽ പോയിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഇനി മുതൽ എല്ലാ കാര്യങ്ങളും ഹലാലാണ്. അവരൊക്കെ ഞാൻ പറയുന്നത് വിശ്വസിച്ചു. എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ ഞാൻ ഇബ്ലീസാണെന്ന് തിരിച്ചു പറഞ്ഞത്? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി റഹിമഹുല്ലാ പറഞ്ഞു, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഹറാമാക്കിയ ഒരു കാര്യം അബ്ദുൽ ഖാദർ ജീലാനിക്ക് അല്ലാഹു ഒരിക്കലും ഹലാലാക്കുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, കറാമത്ത് എന്നുള്ളത്, മുഅ്ജിസത്ത് എന്നുള്ളത് രണ്ട് നിബന്ധനകളാണ്. ഒന്നാമത്തേത് അസാധാരണമായ പ്രവർത്തനങ്ങൾ, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ അടിമകളിലൂടെ മാത്രമാണ് അത് നടപ്പിലാവുക. നിസ്കരിക്കാത്ത ഒരു വ്യക്തി എന്തെങ്കിലും ഒരു അസാധാരണമായ കാര്യം നടത്തിയാൽ അറിയുക അത് പിശാചിന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു പാഠം നമ്മൾ പഠിക്കാനുള്ളത്, സുബൈർ ഇബ്നു അദി റഹിമഹുല്ലാ പറയുന്നു, ദഖൽനാ അലാ അനസ് ബിൻ മാലിക്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അരികിലേക്ക് നമ്മൾ വന്നു. فشكونا إليه ما نلقى من الحجاج. ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ ഭാഗത്ത് നിന്ന് നമുക്കുണ്ടാവുന്ന പരീക്ഷണങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തോട് നമ്മൾ പരാതി പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, മാ മിൻ ആമിൻ ഇല്ല അല്ലദീ ബഅദഹു ശർറുൻ മിൻ ഹത്താ തൽഖൗ റബ്ബക്കും. ഓരോരോ വർഷവും കഴിഞ്ഞ വർഷത്തേക്കാളും മോശമായിരിക്കും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്നത് വരെ ഇത് തന്നെയായിരിക്കും ദുനിയാവിന്റെ അവസ്ഥ. നിങ്ങൾ സബർ ചെയ്യുക. സമിഅതുഹു മിൻ നബിയിക്കും, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു സുബൈർ ബിൻ അദി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഓരോരോ ദിവസം കഴിയും തോറും പ്രയാസങ്ങൾ ഉണ്ടാകും, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും, പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഭരണകൂടങ്ങളുടെ ഭാഗത്തു നിന്നും വ്യക്തികളുടെ ഭാഗത്തു നിന്നും മുസ്ലിം സമുദായത്തിന്റെ അകത്തു നിന്നും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും. ഈ പ്രശ്നങ്ങൾ കാണുമ്പോൾ, ഈ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഇനി മുതൽ ദീനിന്റെ ഒന്നും നമ്മൾ ജീവിതത്തിൽ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദീനിന്റെ ആശയങ്ങളൊക്കെ ഒഴിവാക്കി നടക്കുന്നതിന് പകരം ഏത് പ്രയാസങ്ങൾ വന്നാലും, ഏത് ബുദ്ധിമുട്ടുകൾ വന്നാലും നന്മയിൽ ഉറച്ചു നിന്നുകൊണ്ട്, ഹക്കിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹക്കിന് വേണ്ടി സംസാരിക്കാൻ, ആ ഹക്ക് പ്രചരിപ്പിക്കാൻ എന്നും നമ്മൾ മുന്നിലുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ലാ തസാലു ത്വായിഫത്തുൻ മിൻ ഉമ്മതി അലൽ ഹഖ് ളാഹിരീൻ. എപ്പോഴും അവസാന നാൾ വരെ ഒരു വിഭാഗം ജനങ്ങൾ ഹക്ക് പറഞ്ഞുകൊണ്ട് ലോകത്ത് നിലനിൽക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ പറയപ്പെട്ട വിഭാഗത്തിൽ ഉൾപ്പെടാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഖൈർ ഉണ്ടാവുക. നന്മകളിൽ ഒരു കാരണവശാലും വീഴ്ചകൾ വരുത്താൻ പാടില്ല. നന്മകൾ എത്രത്തോളം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുവോ അതൊക്കെ ജീവിതത്തിൽ ചെയ്യുക. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് പേടിപ്പിക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദീനിനെ വിട്ടേച്ചു പോകുന്ന, ദീനിനെ പണയം വെക്കുന്ന ആൾക്കാരായി ഒരിക്കലും നമ്മൾ മാറരുത്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുക, സുന്നത്തനുസരിച്ച് ജീവിക്കുക. എപ്പോഴും മനസ്സിലുണ്ടാവുക, വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഫ്ഖഹൂൻ വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അല്ലാഹു ഇസ്സത്ത് നൽകുന്നത് മുസ്ലിമീങ്ങൾക്കാണ്, അല്ലാഹുവിനാണ്, റസൂലിനാണ് എന്നൊരു വിശ്വാസം വെച്ചുകൊണ്ട് മനസ്സിൽ എപ്പോഴും ഇസ്ലാമിന്റെ ആദർശങ്ങൾ നല്ല രീതിയിൽ കൊണ്ട് നടക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.